1990-കളിൽ പട്ടിണി മാറ്റാൻ ഘാനയിൽ നിന്ന് സ്പെയിനിലേക്ക് പുറപ്പെട്ട ഫെലിക്സിന്റെയും മരിയയുടെയും യാത്ര കേവലം ഒരു കുടിയേറ്റമായിരുന്നില്ല. അത് ജീവൻ പണയം വെച്ചുള്ള പോരാട്ടമായിരുന്നു. ആളുകളെ കുത്തി നിറച്ച ട്രക്കുകളിലും സഹാറ മരുഭൂമിയിലെ 40 ഡിഗ്രിക്ക് മുകളിലുള്ള കൊടും ചൂടിലൂടെ ദിവസങ്ങളോളം അവർ നടന്നു. കൂടെയുള്ളവരിൽ ചിലർ വഴിയരികിൽ തളർന്നു വീണ് മരിക്കുമ്പോഴും 7 മാസം ഗർഭിണിയായ മരിയയും ചേർത്ത് പിടിച്ച് ഫെലിക്സ് നടന്നു. അന്ന് ആ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞാണ് പിൽക്കാലത്ത് ഫുട്ബോൾ ലോകമറിഞ്ഞ ഇനിയാക്കി വില്യംസ്. മൊറോക്കൻ അതിർത്തിയിലെ മെലിയ വേലി കടന്നയുടെ ഫെലിക്സും മരിയയും അറസ്റ്റിലായെങ്കിലും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ അവർ സ്പെയിനിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തു. അവിടെയാണ് ഇളയ മകൻ നിക്കോ വില്യംസ് ജനിക്കുന്നത്. പട്ടിണിയും പ്രയാസങ്ങളും നിറഞ്ഞ ഭൂതകാലത്തിന് മറുപടിയായി ഇരു സഹോദരന്മാരും പന്തിനെ സ്വന്തം ഭാഷയാക്കി മാറ്റി. കളിക്കളത്തിൽ അവർ തട്ടിയ ഓരോ പന്തിനു പിന്നിലും സഹാറയുടെ ചൂടിൽ പൊള്ളിയ മാതാപിതാക്കളുടെ കാലടയാളങ്ങളുണ്ടായിരുന്നു. പിൽക്കാലത്ത് ജ്യേഷ്ഠൻ ഇനിയാക്കി മാതൃരാജ്യമായ ഘാനയ്ക്കായി കളിക്കാൻ തീരുമാനിച്ചപ്പോൾ അനിയൻ നിക്കോ സ്പെയിന്റെ ജേഴ്സിയാണ് തിരഞ്ഞെടുത്തത്. വർഷങ്ങൾക്കിപ്പുറം മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ കളിമുറുകി നിൽക്കെ എല്ലാവരും പുറത്തുപോയെന്നുറപ്പിച്ച പന്തിനെ 105-ാം മിനിറ്റിൽ വീണ്ടെടുത്ത് ഫെറാൻ ടോറസിന് നൽകിയത് നിക്കോ ആയിരുന്നു. ആ ഒറ്റ നീക്കത്തിന്റെ കൃത്യതയിലാണ് സ്പെയിൻ ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് പന്തടിച്ചു കയറിയത്. വിജയാഘോഷങ്ങൾക്കൊടുവിൽ തനിക്ക് ലഭിച്ച സ്വർണ്ണ മെഡലുമായി നിക്കോ ഗാലറിയിൽ ഉണ്ടായിരുന്ന അമ്മ മരിയക്കരിയിലേക്ക് ഓടിയെത്തി. ആ മെഡൽ അവരുടെ കഴുത്തിൽ അണിയിച്ചു. അത് വെറും ഒരു മെഡലായിരുന്നില്ല. സഹാറയിലെ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിലൂടെ സ്വന്തം മക്കളെ ജീവിതത്തിലേക്ക് നടത്തിയെടുത്ത ഒരമ്മയുടെ അതിജീവനത്തിന് മകൻ നൽകിയ ലോകത്തിലെ ഏറ്റവും തിളക്കമുള്ള ആദരവായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വിജയങ്ങൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ഇന്നലകളിൽ സഹിച്ച ത്യാഗങ്ങളുടെയും കണ്ണീരിന്റെയും ഫലമാണ്. മക്കൾക്ക് മികച്ചൊരു ഭാവിയും ജീവിതവും നൽകാനാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അതിനായി അവർ സഹിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് അതിരുകളില്ല. സഹാറ മരുഭൂമിയിലെ കൊടും ചൂടും പട്ടിണിയും സഹിച്ച ഫെലിക്സിന്റെയും മരിയയുടെയും ത്യാഗമാണ് പിന്നീട് ഇനിയാക്കിയെയും നിക്കോയെയും ലോകമറിയുന്ന താരങ്ങളാക്കി മാറ്റിയത്. നമുക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച മാതാപിതാക്കളെയും നമ്മെ സഹായിച്ചവരെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. ലോക ചാമ്പ്യനായ നിമിഷത്തില് തന്റെ സ്വർണ്ണ മെഡൽ അമ്മയുടെ കഴുത്തിലണിയിച്ച് ആ വിജയത്തിന്റെ ക്രെഡിറ്റ് അമ്മയ്ക്ക് നൽകാൻ നീക്കോ കാണിച്ച ആ വലിയ മനസ്സാണ് യഥാർത്ഥ വിജയം. ഏതൊരു പ്രതിസന്ധിയെയും മറികടന്ന് മുന്നേറാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്ന് ഫെലിക്സിന്റെയും മരിയയുടെയും ജീവിതം പറയുന്നു. മരണത്തെ മുഖാമുഖം കണ്ട യാത്രയിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു വന്ന ആ കുടുംബത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എത്ര വലിയ പ്രതിസന്ധിയിലും പ്രതീക്ഷ കൈവിടരുത് എന്നാണ്. സുഹൃത്തുക്കളെ, ഈ കാൽപന്ത് കളിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണ്? നിങ്ങളുടെ ടീം ഏതാണ്? കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.